ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ മനസ്സിൽ തോന്നിയത് ഒന്ന് വീട് വൃത്തിയാക്കാമെന്നാണ്. കുറച്ച് നാളായി വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് സമയമുണ്ട്. അത്യാവശ്യം സമയം എടുത്ത് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ റോഡാണ്. റോഡിനപ്പുറം വാഴയും തെങ്ങും റബ്ബറും അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളുടേതല്ല, മുന്നിലുള്ള പറമ്പ. ഓക്കെ, അമ്മുമ്മയും മോളും വെളിയിൽ സൈഡിൽ അവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ച് കവറൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തും പേപ്പർ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തുമൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ നല്ലപോലെ തൂക്കണം. തൂത്ത് കഴിഞ്ഞാൽ കുറച്ച് വല അടിക്കാനുണ്ട്. വലയൊക്കെ അടിച്ച് പിന്നെ തുടയ്ക്കുക. അപ്പോൾ മുകളും താഴെയും സാധാരണ 2 ദിവസമായിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ പണിയും തീർക്കണം. അതായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതെന്തായാലും സക്സസ് ആയി. ഓക്കെ, അപ്പോൾ അതിനെൻ്റെ മോളും സഹകരിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവളും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴത്തെ പണിയൊക്കെ കഴിഞ്ഞ് മൊത്തം ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പണി അവിടെ ഫിനിഷായി. അപ്പോൾ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
മീൻകാരൻ കൊണ്ടു കൊടുത്തത് അമ്മയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തളർന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. അങ്ങനെ നാരങ്ങയും ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് ഒരു നാരങ്ങ വെള്ളം സെറ്റാക്കി. അങ്ങനെ അത് ഒരു ഗ്ലാസ് കുടിച്ചു. അത്യാവശ്യം പുളിപ്പും മധുരവും കൂടെ ചേർന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് ഉടനെ വേണം. കൊടുത്തപ്പോൾ പിന്നെ അവൾക്ക് വേണം, മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ മോളൊക്കെ പടിയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് മുകളും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടെ മുകളിലേക്ക് പോവുകയാണേ. കുറച്ച് മാതളം ഒരു പാത്രത്തിലിട്ട് കൊടുത്തതുകൊണ്ട് അതും കഴിച്ച് അവളവിടെ ഇരിപ്പായി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവളവിടെ ഇരിപ്പായി. അത്യാവശ്യം തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ. അപ്പോൾ അതൊക്കെ മടക്കി അതതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെച്ചപ്പോൾ ആ പണി ഒതുങ്ങി കിട്ടി. പിന്നീട് അടുത്ത് നല്ല പൊടിയുണ്ട്, പ്രത്യേകിച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി നല്ലതുപോലെ കയറാറുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റാൻ ഞാൻ വെച്ചു വാക്യൂം ക്ലീനർ കൊണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മൊത്തം പൊടിയും നമുക്ക് പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എടുത്ത് വയ്ക്കുകയാണ്. തുള്ളിക്കളിച്ച് ഒരു കുഞ്ഞിപ്പുഴു ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ കുഞ്ഞിപ്പുഴു ഇപ്പോൾ നോക്കിക്കോ, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ചിരി അടക്കാൻ പറ്റാത്ത ചിരിയായിരുന്നു. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മ എന്തോ ചെയ്യാൻ പോകുന്നു. എപ്പോഴും ഇത് ഓണാക്കിയാലും ഒക്കെ ഇതുള്ളതാ. കണ്ടോ കരയുന്നുണ്ട്, കരഞ്ഞ് വിളിക്കുവാണ്. പിന്നെ കുറച്ച് നേരം എടുത്ത് ആശ്വസിപ്പിച്ച് ആ സോഫയിൽ കൊണ്ട് ഇരുത്തി. കാരണം കയ്യിൽ വെച്ചാൽ എൻ്റെ പണി നടക്കത്തില്ല, കറണ്ടല്ലേ, എന്തെങ്കിലും ഷോക്കടിച്ചാൽ അവൾക്ക് കൂടെ അത്. അതുകൊണ്ട് ഞാൻ അവളവിടെ ഇരുത്തിയപ്പോൾ അവളവിടെ ഇരുന്നു. പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലീനിങ് അങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ വാക്യൂം ക്ലീനർ കൊണ്ട് എല്ലായിടും ഒന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലതുപോലെ ഒന്ന് തുടച്ചു. അങ്ങനെ മുകളിലത്തെ പണിയും പൂർവാധികം ശക്തിയോടെ തന്നെ ഞാൻ ഒതുക്കി. അപ്പോൾ മുകളിലത്തെ പണിയൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. എൻ്റെ എല്ലാമായ സ്പേസാണ്. അപ്പോൾ അവിടെയും അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ഉണ്ടായിരുന്നു. എന്നും തൂക്കുന്നതാണ്, പക്ഷെ തുടയ്ക്കുന്നത് ആഴ്ചയിൽ 1-2 ദിവസമാണ് മുകളിൽ. അപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാക്കി വെച്ച് ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുളിക്കണം. ഓക്കെ, അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി കുളിക്കണം. മോളെയും കുളിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഇവിടെ ക്ലീനിങ്ങിൻ്റെയൊക്കെ പണി കഴിഞ്ഞു. പിന്നെ രാവിലെ തന്നെ ചേട്ടൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഉച്ചത്തെ ഫുഡുമായി. പിന്നെ അമ്മ മീനൊക്കെ വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കണം. ഇതിപ്പോൾ നമ്മൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കടിയുടെ 2 പ്രാവശ്യം എടുത്തിട്ട് അവിടെ ഞാൻ കളിക്കും. പിന്നെ ഒക്കെ വേണ്ട, അത് രസമുണ്ട്. പക്ഷേ ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല. 1 മണി ആവാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഹെയർ കോംപ് ചെയ്തിട്ട് എണ്ണയും തീരും. നീലബൃങ്കാതി അതേക്കുന്നത്, പക്ഷേ അത് തീർന്നു പോയി. മേടിക്കണം, അത് ആയുർവേദ സെൻ്ററിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് തല നന്നായിട്ട് വേർത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അധികമായിട്ട് വേർക്കാനും പാടില്ല. വേർത്താൽ പിന്നെ അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ടാകും. കണ്ടല്ലോ നമ്മുടെ ശിങ്കർമണി കുരുപ്പ്. എൻ്റെ ചേട്ടൻ വിളിക്കുന്ന കുരുപ്പാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു തന്നു ചെയ്യാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എണ്ണ തീർന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പാരച്യൂട്ട് ഞാൻ എനിക്ക് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഉപയോഗിച്ച് പറ്റും. കാരണം നിവർത്തികേട് കൊണ്ട് എനിക്കിന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് പറ്റും.
കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അരമണിക്കൂറെങ്കിലും വെള്ളത്തിലത് കളിക്കണം എന്ന് വെച്ചാൽ വെള്ളം കോരി കറി കഴിച്ചോളൂ. മുടി ഭയങ്കര കുറവാണ്. രണ്ടാമത്തെ തവണ മുട്ടയടിച്ചത്. ആദ്യത്തെ തവണ മുട്ടയടിച്ചിട്ടും അധികം ഒന്നും വളർന്നില്ല. അങ്ങനെ ഇപ്പോൾ പോയി രണ്ടാമതും മുട്ടയൊക്കെ അടിച്ച് ഞങ്ങൾ സെറ്റായി. ഇപ്പോൾ അത്യാവശ്യം മുടി വളർന്നു വരുന്നുണ്ട്. 2 വയസ്സ് കഴിഞ്ഞില്ല. അപ്പോൾ ഒറ്റക്കൂടെ അടിക്കണമെന്നുണ്ട്. അടുത്ത വർഷം മുതൽ നഴ്സറിക്ക് ഉണ്ടാക്കേണ്ട ആളാണ്. എന്താ അമ്മ പറയുന്നതൊന്നും കേൾക്കുന്ന അതിലൂടെ ഇരിക്കുക. ഓക്കെ, സെറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ശിങ്കരമണി. അമ്മ കളിയാണത്. ഞാൻ എന്നും കുളിക്കുന്ന കൂട്ടത്തില്ല, പക്ഷേ ചില ദിവസങ്ങളിൽ മടിയാണ്. പക്ഷെ എന്നും കുളിക്കരുത് നാട്ടോ പറയുന്നത്. എന്നും കുളിക്കാൻ പാടില്ലാന്നാണ്. നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തും അതുപോലെ എൻ്റെ വഴുക്കിപ്പോൾ ഇല്ല. എൻ്റെ മുടിയെല്ലാം പോയത്. എങ്ങനെയെന്നോ കല്യാണ സമയത്ത് ഞാൻ ഈ സ്ട്രൈറ്റൻ അവർ ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞു മുടിയിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് പറഞ്ഞിട്ട് ശേഷം കുളിച്ചില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കുഴഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പായൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ സ്പായും ചെയ്യാറില്ല. ഇപ്പം ഞാൻ തന്നെ അലോവേരയും നമ്മുടെ മുട്ട ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ട് ആ മിക്സ് വയ്ക്കും. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മളെപ്പോൾ എന്താ തേച്ച് കഴിഞ്ഞാലും ഒരുപാട് പേര് അല്ലെങ്കിൽ ജസ്റ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെയർ വരുമോ നല്ലതായിട്ട്. അതാണ് ഞാൻ അവർക്കും ചെയ്തത്. അപ്പോൾ ഹെയറിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഒരു കുളി പാസ്സാക്കണം. അതിനുശേഷം ഒരു സ്കിൻ കെയർ ചെയ്യണം. പിന്നെ ഫുഡ് അടിക്കണം. ഓക്കെ, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു സ്കിൻ കെയർ, ഒരു ബേസിക് സ്കിൻ കെയർ മേക്കപ്പ് കൂടെ ഉണ്ട്. മേക്കപ്പ് അല്ല, ഒരു ബേസിക് സ്കിൻ കെയർ. അപ്പോൾ ലിപ്പിലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാ പെട്ടി എടുക്കുകയാണ്. നമുക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട. ഇതുപോലത്തെ പെട്ടികളും ഇതൊക്കെ മാത്രമാണ്. ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീൻ. വീട്ടിൽ നിൽക്കുന്നതല്ലേ എന്തിനാ സൺസ്ക്രീൻ എന്ന് ചോദിക്കരുത്. കാരണം സൺസ്ക്രീൻ അത് വീട്ടിൽ നിന്നാലും വെളിയിൽ പോയാലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ലൈറ്റിൻ്റെ വെട്ടം പോലും സ്കിന്നിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. കോവിഡ് തുടങ്ങിയ ശേഷം കേട്ടോ ഞാനല്ല. കാരണം ഞാനിതൊക്കെ പണ്ടിതേന്നുമല്ല ഇതിനെപ്പറ്റി സൺസ്ക്രീൻ ഇല്ലാറാണ്. ഒരുപാടൊന്നും ഉപയോഗിക്കില്ല, വളരെ കുറച്ച്. ഇവിടുത്തെ ലേശം സൺസ്ക്രീൻ എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ എപ്പോഴും വരുമ്പോൾ ഒന്ന് വരച്ചു കൊടുക്കുക. കൈ മൊത്തം എടുത്ത് വെച്ചു. ശിവ എൻ്റെ ലിപ്സ്റ്റിക്കിനെ തുറന്ന് മൊത്തം കയ്യിലാക്കി തിരിക്കുവാണ്. വലിയ ഭംഗിയൊന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ഇങ്ങോട്ട് എനിക്കാണെങ്കിൽ ഒരു സൈഡ് ഇല്ലാതെ പിന്നെ ഞാൻ എന്നും ഷാമ്പു തേക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ എണ്ണ തേച്ചും എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കും. എങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. സെറ്റാണ്, ഞങ്ങൾ രണ്ടുപേരും സെറ്റാണ്. അപ്പോൾ ടാറ്റ കൊടുത്ത് ടാറ്റ ബൈ ബൈ, സീ യു.